ഒരു സിസ്റ്ററിൻ്റെ മരണവാർത്ത സോഷ്യൽ മീഡിയയിൽ ഈയിടെ വൈറലായി. വാട്സപ്പിലും ട്വിറ്ററിലും ഫേസ്ബുക്കിലുമൊക്കെ ഈ മരണവാർത്ത പെട്ടെന്ന് പടർന്നു. അർജൻറ്റീനയിൽ നിന്നുള്ള ഒരു നിഷ്പാദുക കർമ്മലീത്ത സഭാംഗമായ സിസ്റ്റർ സെസിലിയ മരിയയുടെ മരണവാർത്തയാണ് അവരുടെ ഫോട്ടോയോടൊപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. ഒരു സ്വർഗീയ ആനന്ദത്തോടെയാണ് ശവമഞ്ചത്തിൽ അവർ ശയിച്ചത്. ഈ ഭൂമിയിൽ നിന്നും ലഭിക്കാത്ത ഒരു സ്വർഗീയമായ പുഞ്ചിരി അവരുടെ അധരങ്ങളിൽ മരണശേഷവും നിലകൊണ്ടു. എന്തുകൊണ്ട് ഇപ്രകാരം സന്തോഷത്തോടുകൂടെ മരണത്തെ പുൽകുവാനാകുന്നു? ഈ ലോകത്തിൽ നിന്നുള്ള കടന്നുപോകൽ ഒരു ആനന്ദത്തിൻ്റെ അനുഭവമാക്കി മാറ്റുവാൻ എപ്രകാരം സാധിക്കുന്നു? സിസ്റ്റർ സെസിലിയ മരിയയ്ക്ക് തൻ്റെ ജീവിതമെന്നും തൻ്റെ ദിവ്യനാഥനോടൊപ്പമായിരുന്നു. തന്നെ സൃഷ്ടിച്ച ദൈവം തന്നെ എന്നും സംരക്ഷിക്കുമെന്നും പരിപാലിക്കുമെന്നും തന്നോടൊപ്പം എപ്പോഴുമുണ്ടെന്നുമുള്ള ഉറച്ച ബോധ്യം സിസ്റ്ററിനുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം ക്യാൻസർ രോഗിണിയായിരുന്ന അവസരത്തിൽ സിസ്റ്റർ പറഞ്ഞത്, എൻ്റെ ഈ സഹനം ദൈവത്തിൻ്റെ ഒരു അത്ഭുതമായി ഞാൻ കാണുന്നു. ഈ സഹനത്തിൻ്റെ പിന്നിലും നിരവധി പേരുടെ പ്രാർത്ഥനയോടൊപ്പം കർത്താവിൻ്റെ സമാശ്വാസനം ഞാൻ അനുഭവിക്കുന്നു. അങ്ങനെ അവർ പുഞ്ചിരിച്ചുകൊണ്ട് രോഗത്തെ പുൽകി രോഗം നൽകിയ സഹനം അവർ സ്വീകരിച്ചു. ക്യാൻസർ രോഗം മൂലം അവരുടെ നാവ് മുറിച്ചു കളയേണ്ടി വന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇപ്രകാരമാണ്: ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിച്ച ആ ഒരു പൂജ്യപാത്രം ദൈവത്തിന് ഏറ്റവും പ്രീതികരമായി തോന്നി. അതുകൊണ്ടാണ് എന്നിൽ നിന്ന് അത് എടുത്തു മാറ്റപ്പെട്ടത്. അങ്ങനെ പുഞ്ചിരിയോടെ ആനന്ദത്തോടുകൂടെ അവൾ രോഗത്തിൻ്റെ സഹനത്തെ സ്വീകരിച്ചു. രോഗത്തിൻ്റെ അവസാനത്തിൽ അവൾ മരണത്തെയും സ്വീകരിച്ചു. ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് സമ്മാനമായി ലഭിക്കുന്നതാണ് ഈ ജീവിതത്തിലെ സന്തോഷവും മരണത്തിലേക്ക് കടക്കുമ്പോഴുള്ള ഈ പ്രത്യാശയും. വിജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുക, നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. അവർ മരിച്ചതായി ഭോഷന്മാർ കരുതി. അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി. അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ നീതിമാന്മാർക്കുള്ള അനുഭവം. അവർ ഈ ലോക ജീവിതത്തിലെ സഹനങ്ങളുടെ കാലയളവിലും ഇവിടെ നിന്ന് വേർപെട്ട് അടുത്ത ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും അവർ ശാന്തി അനുഭവിക്കുന്നു. അവർ നിത്യതയിലേക്ക് മോദമോടെ കടന്നു പോകുന്നു. പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിനു മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. നാം ഓരോരുത്തരും
ദൈവപിതാവിൻ്റെ അരുമസുതനായ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം, ആ വീണ്ടെടുപ്പിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എന്നും നിലകൊള്ളുന്നു. അങ്ങനെയുള്ള ജീവിതങ്ങളിൽ ആ ക്രിസ്തുവിൻ്റെ സ്നേഹവും സാന്ത്വനവും എപ്പോഴുമുണ്ട്. അവിടുത്തെ പരിപാലനയുടെ കരങ്ങൾ നമ്മെ താങ്ങി നടത്തുന്നു. അപ്പോൾ ദുഃഖം വന്നാലും രോഗം വന്നാലും പ്രയാസങ്ങൾ എന്ത് കടന്നു വന്നാലും ജീവിതം എന്നും ആനന്ദപ്രദമായി മാറുന്നു. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. ഈ ഒരു വിശ്വാസമാണ് ഓരോ ക്രൈസ്തവനും തൻ്റെ ജീവിതത്തിൽ പ്രത്യാശ നൽകുന്നത്. മരണത്തിലേക്ക് സന്തോഷത്തോടു കൂടെ നടന്നെടുക്കുവാനും അതിനപ്പുറമുള്ള ആ നിത്യജീവിതത്തിൽ മോദത്തോടുകൂടെ പ്രതീക്ഷിക്കുവാനും സാധിക്കുക. പരിപൂർണ വിശ്വാസത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എന്നും തൻ്റെ ദൈവത്തിൻ്റെ സന്തത സാന്നിധ്യം അനുഗ്രഹമായി മാറുന്നു. ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയാലും ആ നിത്യമായ ജീവിതത്തിൽ മോദത്തോടുകൂടെ കടന്നു ചെല്ലാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശ കരുത്തു നൽകുന്നു. അതാണ് ഒരു വിശ്വാസിക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. പ്രസിദ്ധ ഗാനരചയിതാവായ ഫാദർ മൈക്കിൾ പനക്കൽ, അദ്ദേഹം എറണാകുളത്തുള്ള കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എന്ന മീഡിയ സ്ഥാപനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായിരുന്നു. വരാപ്പുഴ അതിരൂപത അംഗമായിരുന്ന അദ്ദേഹത്തിൻ്റെ നിരവധി അനുഗ്രഹീത ഗാനങ്ങളിൽ ഒന്നിതാണ്: തേനൊഴുകും പാലൊഴുകും നാടാണെന്നുടെ വീട്, ഞാനവിടെ ചെന്നൊടുവിൽ സാനന്ദം വാണിയിടും. ഇതാണ് ഒരു വിശ്വാസിയുടെ പ്രതീക്ഷയും പ്രത്യാശയും. തേനൊഴുകുന്ന പാലൊഴുകുന്ന ആ നാടാണ് എൻ്റെ വീട്, ഞാനവിടെ ചെന്നൊടുവിൽ സാനന്ദം വാണിയിടും. മൈക്കിൾ പനക്കലച്ചൻ തുടർന്ന് എഴുതുന്നു: വേദനയോ യാതനയോ കാണുകയില്ലവിടെ, കൂരിരുളോ പാഴ്നിഴലോ വീഴുകയില്ലവിടെ. അങ്ങനെ കൂരിരുളും പാഴ്നിഴലുമില്ലാത്ത ഒരു പ്രദേശത്തേക്ക് കടന്നു പോകുന്ന ഒരു ജീവിതമാണ് ഒരു വിശ്വാസിക്ക് ഈ ലോകത്തിലുള്ള ജീവിതം. മൈക്കിൾ പനക്കലച്ചൻ്റെ ഈ ഗാനത്തിൻ്റെ വരികൾ ശ്രദ്ധേയമാണ്. കുഞ്ഞാടിൻ മധുരസ്വരം കേൾക്കാം അവിടെങ്ങും, ഓസാന ഓസാന പാടുന്നവരാണെല്ലാം. അങ്ങനെ തേനൊഴുകുന്ന പാലൊഴുകുന്ന ഒരു നാട്ടിലേക്ക് ഉള്ള പ്രത്യാശയോടുകൂടെ കുഞ്ഞാടിൻ്റെ മധുരസ്വരം എന്നും കേൾക്കുന്ന ഇടത്തിലേക്കുള്ള ഒരു യാത്രയാണ് വിശ്വാസിക്ക് ഈ ജീവിതം. മൈക്കിൾ പനക്കലച്ചൻ്റെ എന്നും ഓർത്തിരിക്കുന്ന മറ്റൊരു അനുഗ്രഹീത ഗാനമാണ് ഇത്: സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ, ഞാനുമെൻ്റെ നാഥനെ താൻ നോക്കി വാഴുന്നു. അങ്ങനെ ഒരു സൂര്യകാന്തി പുഷ്പം സൂര്യനെ നോക്കി വാഴുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവത്തെ നോക്കി ക്രിസ്തുവിൻ്റെ ചാരെ ചരിക്കുമ്പോൾ ആ ജീവിതമെന്നും അനുഗ്രഹപ്രദമായി മാറും. ഈ തേനൊഴുകുന്ന പാലൊഴുകുന്ന നാട്ടിലേക്ക് നടക്കാനാകും. അങ്ങനെയുള്ള ആ കടന്നുപോകൽ തീർച്ചയായും എന്നും ആനന്ദത്തിൻ്റെ അനുഭവമാകും. പുഞ്ചിരിയോടുകൂടെ ഈ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുവാനുമാകും. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു ലാസറിൻ്റെ ശവകുടീരത്തിൽ കടന്നു ചെല്ലുന്നു. സ്വാഭാവികമായും തൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് കടന്നുപോയതിൻ്റെ വ്യഥ, ദുഃഖം യേശുവിനുണ്ട്. അതുകൊണ്ടാണ് ഹൃദയസ്പർശിയായ ഈ ഒരു വാക്യം
ഒരുപക്ഷേ ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യം, ഹീ വെപ്റ്റ്, അവൻ കണ്ണുനീർ പൊഴിച്ചു എന്നുള്ള ആ വാക്യം നാം വായിക്കുക. ലാസറിൻ്റെ വിയോഗം യേശുവിന് ദുഃഖമുണ്ടാക്കി. അതേപോലെ തന്നെ സഹോദരിമാരുടെ വ്യഥ തൻ്റെയും ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ അനുഭവം കൊണ്ടുവന്നു കൊടുത്തു. പക്ഷേ തുടർന്നുള്ള ഭാഗം, യേശു ലാസറിൻ്റെ കബറിടത്തിന് മുൻപിൽ ചെന്ന് പറയുക, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം അനുഭവിക്കുന്ന ഒരു സംഭവമാണ് മനുഷ്യ ജീവിതത്തിൽ മരണം. അവിടെ ദൈവത്തിൻ്റെ കരങ്ങൾ കൂടുതൽ അനുഭവിക്കുവാനാകുന്നു. ഈ ലോക ജീവിതത്തിൽ ദൈവത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരു സൂര്യകാന്തി പുഷ്പത്തെ പോലെ നാം ജീവിക്കുമെങ്കിൽ, അവിടുത്തെ സ്നേഹവും കാരുണ്യവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് ജീവിക്കാമെങ്കിൽ, ഈ ലോകത്തിൽ നിന്നുള്ള കടന്നു പോകലും ഇപ്രകാരം ആനന്ദത്തിൻ്റെ അനുഭവമായി മാറും. വിനായക് നിർമ്മലിൻ്റെ നിദ്ര എന്ന പുസ്തകത്തിൽ ഇറ്റേണൽ ജേർണി ടു ദ ഫാദേഴ്സ് ലാപ്പ്, പിതാവിൻ്റെ മടിയിലേക്കുള്ള ആ നിത്യമായ യാത്ര, നിദ്ര എന്ന പുസ്തകത്തിൽ ഖലീൽ ജിബ്രാനെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഞാൻ നിരവധി തവണ മരണത്തെ സ്നേഹിച്ചിട്ടുണ്ട്, അതിനെ മധുര പദങ്ങൾ കൊണ്ട് ക്ഷണിച്ചിട്ടുണ്ട്, മരണത്തോട് രഹസ്യമായും പരസ്യമായും സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തെന്നാൽ മരണവും ജീവിതവും സൗന്ദര്യപരമായി ഒന്നു തന്നെയാണ് എനിക്ക്. മരണവും ജീവിതവും സൗന്ദര്യപരമായി ഒന്നു തന്നെയാണ് എനിക്ക്. ദൈവത്തിൽ ആശ്രയിച്ചു കഴിയുന്ന വ്യക്തികൾക്ക് ഈ ലോക ജീവിതത്തിന് ശേഷം തേനൊഴുകുന്ന പാലൊഴുകുന്ന ആ നാട്ടിലേക്കുള്ള യാത്രയാണെങ്കിൽ, ഈ ജീവിതം യേശുവിനെ പോലെ സ്നേഹിച്ചും ക്ഷമിച്ചും മറ്റുള്ളവരോട് കരുണ കാണിച്ചുമുള്ള ജീവിതമാണെങ്കിൽ, ഈ ജീവിതവും തുടർന്നുള്ള ജീവിതവും ഒന്നു തന്നെയാണ്. അതായിരിക്കണം ഖലീൽ ജിബ്രാൻ അപ്രകാരം പറഞ്ഞു വയ്ക്കുക: മരണവും ജീവിതവും സൗന്ദര്യപരമായി ഒന്നു തന്നെയാണ് എനിക്ക് എന്ന്. അങ്ങനെ നിത്യമായ ഒരു ജീവിതത്തിലേക്ക് ആനന്ദത്തോടെ മോദത്തോടു കൂടെ നടന്നെടുക്കുവാനാകും വിശ്വാസിയായ ഒരു വ്യക്തിക്ക്. ലിയോനാർഡോ ഡാവിഞ്ചി ഇപ്രകാരം കുറിച്ചിട്ടുണ്ട്: ഒരു ദിവസം നന്നായി ചെലവഴിച്ചാൽ അന്നു രാത്രി സുഖമായി ഉറങ്ങാൻ കഴിയും. ജീവിതം നന്നായി ജീവിച്ചു തീർത്താൽ നന്നായി മരിക്കുവാനും കഴിയും. അങ്ങനെ നമ്മുടെ ഈ ഓരോ ദിനവും നന്നായി ജീവിച്ച് സുഖമായി നിദ്രയിലേക്ക് നാം വഴുതി വീഴുന്നത് പോലെ, ഈ ലോകത്തിലുള്ള ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമായി ജീവിക്കുമ്പോൾ, ഈ ലോകത്തു നിന്നുള്ള കടന്നു പോകലും പുതിയ അനിത്യതയിലുള്ള ജീവിതവും എന്നും ഈ ഒരു വിശ്രമത്തിലേക്കുള്ള കടന്നു പോകൽ തന്നെയാണ്. 1968 ഏപ്രിൽ മാസം 4-ാം തീയതി വധിക്കപ്പെട്ട അമേരിക്കയിലെ കറുത്ത വർഗക്കാരുടെ നേതാവ് മാർട്ടിൻ ലൂതർ കിങ് മരണത്തെ എന്നും പ്രത്യാശയോടുകൂടെ കണ്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ജീവിതകാലത്ത് ആവശ്യപ്പെട്ടിരുന്നു, എൻ്റെ മരണസമയത്ത് എനിക്ക് ലഭിച്ച അധികാരങ്ങളെപ്പറ്റി, അവാർഡുകളെപ്പറ്റി ആരും വാനോളം പുകഴ്ത്തി പറയരുത്. എൻ്റെ ഈ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ജീവിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ശവമഞ്ചത്തേക്ക് ഒരു അമ്മ തൻ്റെ പിഞ്ചു മകനെയും എടുത്തുകൊണ്ട് കടന്നു ചെന്നു. ആ അമ്മ തങ്ങളുടെ മോചനത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ നേതാവിനെ കണ്ടപ്പോൾ, ആ നേതാവിൻ്റെ ചേതനയറ്റ ശരീരം കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ഈ അടക്കിക്കൊണ്ട് മകനോട് പറഞ്ഞു, നമ്മുടെ മോചനത്തിനു വേണ്ടി ജീവിതം ബലിയർപ്പിച്ച
മനുഷ്യനാണ് ഈ കിടക്കുന്നത്. ഒരുപക്ഷെ ഓരോ ക്രൈസ്തവനും സന്തോഷത്തോടുകൂടെ പറയുവാൻ സാധിക്കും, കാൽവരി മലയിലെ ആ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് എൻ്റെ ജീവന് വേണ്ടി, എൻ്റെ ജീവിതത്തിൻ്റെ മോചനത്തിനു വേണ്ടി ബലിയായി സമർപ്പിച്ചവനാണ് ഈ കുരിശിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ്റെ ലേഖനത്തിൽ, 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം കാണുക, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിൽ മരിച്ച് നീതിക്കുവായി ജീവിക്കുവാൻ വേണ്ടിയാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അലഞ്ഞു നടക്കുന്ന ആടുകളെ പോലെയായിരുന്നു നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടയനും പാലകനുമായവൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ കുരിശുമരണം വഴി നമുക്കും ഒരു പുതിയ ജീവിതാനുഭവം ഉണ്ടായിരിക്കുന്നു. ആ ക്രിസ്തുവിനെ ഉറ്റുനോക്കുന്നവർക്ക് അവിടുത്തെ രക്ഷയും പ്രതീക്ഷയും എന്നും ജീവിതത്തിലുണ്ട്. മാർട്ടിൻ ലൂതർ കിങ് തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യാഭിലാഷമായി പറഞ്ഞിരുന്നത്, ഞാൻ മരിക്കുമ്പോൾ ഈ ഒരു ഗാനം നിങ്ങൾ ആലപിക്കണം. ടേക്ക് മൈ ഹാൻഡ് ഓ പ്രഷ്യസ് ലോർഡ്. ഓ അനുഗ്രഹിക്കപ്പെട്ട നാഥ, എൻ്റെ ഈ കരങ്ങൾ അങ്ങ് എടുക്കുക. ഒരുപക്ഷെ ആ മനുഷ്യൻ്റെ ജീവിതവും അപ്രകാരം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ഒന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ കബറിടത്തിലെ ആ ലിഖിതം, ഐ ആം ഫ്രീ അറ്റ് ലാസ്റ്റ്, ഫ്രീ അറ്റ് ലാസ്റ്റ്, താങ്ക് യു ഓൾമൈറ്റി, ഐ ആം ഫ്രീ അറ്റ് ലാസ്റ്റ്. ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു, അവസാനം സ്വതന്ത്രനായിരിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു, എന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. അങ്ങനെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു കടന്നുപോകലാണ് ഓരോ മനുഷ്യ വ്യക്തിയെയും സംബന്ധിച്ചും മരണം. താൻ എപ്രകാരം ജീവിക്കുന്നുവോ അപ്രകാരമുള്ള ഒരു ജീവിതമാണ് ഈ ജീവിതത്തിൽ നിന്നും കടന്നു പോകുമ്പോഴും ഉണ്ടാകുക. ഇപ്രകാരം ശ്രദ്ധേയമായ ഒരു സംസ്കൃത ശ്ലോകമുണ്ട്, അനായാസേന മരണം നിനാനന്യേന ജീവിതം എന്ന്. അതായത് നമ്മുടെ മരണം ഏറ്റവും അനായാസനമായി കടന്നു പോകുന്നത് നമ്മുടെ ജീവിതം ന്യൂനമില്ലാത്ത വിധത്തിൽ ജീവിക്കുമ്പോഴാണ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ദൈവത്തിൽ സമ്പൂർണ്ണമായി ജീവിതം സമർപ്പിച്ച് നാം ജീവിക്കുമ്പോൾ ദൈവം നമ്മെ അവിടുത്തെ കരങ്ങളിൽ താങ്ങി നടത്തുന്നു. യേശു എന്നും മരണത്തിൽ ദുഃഖിച്ച, ജീവനിൽ കൊതിച്ച വ്യക്തിയാണ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണുക, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനാണ്, ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാനാണ്. നായിമിലെ വിധവയുടെ മകൻ മരണപ്പെടുമ്പോൾ ആ ശവമഞ്ചത്തിൻ്റെ സമീപത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് സ്പർശിച്ചുകൊണ്ട് ആ മകന് പുതിയ ജീവൻ കൊടുക്കുമ്പോൾ ഈ മരണത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ജീവിതത്തെ ഓർമ്മിപ്പിക്കുകയാണ് ക്രിസ്തു. ഓരോ മരണവും നൽകുന്ന വ്യഥകൾ എടുത്തു മാറ്റുകയും അതോടൊപ്പം തന്നെ ജീവനിലുള്ള പ്രത്യാശ പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു ക്രിസ്തു. ലാസറിൻ്റെ ശവകുടീരത്തിങ്കൽ കടന്നു ചെന്ന് അയാളുടെ സഹോദരിമാർക്ക് ഈ ഒരു പുതിയ പ്രത്യാശയും നിത്യജീവനിലുള്ള പ്രതീക്ഷയും നൽകുകയാണ് ക്രിസ്തു. ഞാൻ ജീവനും പുനരുത്ഥാനവുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ആ കരങ്ങളിൽ മുറുകെ പിടിച്ച് നടന്നു പോകുന്ന വ്യക്തികൾക്ക് ഈ ലോകത്തിലുള്ള ജീവിതമെന്നും അനുഗ്രഹമായി മാറും. ആ ക്രിസ്തു നൽകുന്ന മാതൃക സ്വീകരിച്ചുകൊണ്ട് കാരുണ്യത്തിൻ്റെ, കനിവിൻ്റെ, മറ്റുള്ളവരോടുള്ള കരുതലിൻ്റെ ജീവിതം നയിക്കുന്നവർക്ക് ഈ ലോകത്തിൽ നിന്നുള്ള കടന്നു പോകലും പുഞ്ചിരിയോടുകൂടെ കടന്നു പോകാനാകും. അതാണ് സിസ്റ്റർ സെസിലിയ മരിയ എന്ന ആ നിഷ്പാദുക കർമ്മലീത്ത സന്യാസിനിയുടെ പുഞ്ചിരിയോടുകൂടിയുള്ള
ആ ഫോട്ടോ, മരണക്കിടക്കയിലും ശവമഞ്ചത്തിലും ഉള്ള ആ ഫോട്ടോ നമ്മെ ഓർപ്പിക്കുക. എൻ്റെ ജീവിതം എപ്രകാരമായിരിക്കണം, എൻ്റെ മരണം പ്രത്യാശ നിർഭരമായിരിക്കുമോ? ഇതെല്ലാം ചിന്തിക്കേണ്ടതും തീരുമാനിക്കേണ്ടവരും നാം ഓരോരുത്തരുമാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട്, അങ്ങയുടെ കരം പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ എനിക്ക് വരം നൽകണമേ. അങ്ങ് എൻ്റെ കൂടെ എന്നും ഉണ്ടെന്നുള്ള ആ ഉറച്ച ബോധ്യത്തിൽ, അങ്ങയുടെ കരങ്ങൾ എന്നെ താങ്ങി നടത്തുന്നു എന്നുള്ള ആ ബോധ്യത്തിൽ ജീവിക്കുവാൻ എനിക്ക് വരം നൽകണമേ. അങ്ങനെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസങ്ങളിലും പ്രക്ഷുബ്ധമായ അവസ്ഥകളിലും അങ്ങയുടെ ആശ്വാസം, അങ്ങയുടെ ശാന്തിയുടെ കരം കണ്ടെത്തുവാൻ വരമേകണമേ. ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാനുള്ളവരാണ്. എന്നാൽ ആ കടന്നു പോകൽ ഒരു നഷ്ടമല്ല, നിത്യമായ അങ്ങയുടെ സൗഭാഗ്യത്തിലേക്കാണ് ഞങ്ങൾ കടന്നു വരുന്നതെന്നുള്ള ആ ഉറച്ച ബോധ്യം, ആ പ്രത്യാശ, പ്രതീക്ഷ ഞങ്ങൾക്ക് നൽകണമേ. പ്രിയമുള്ളവരെ, ഈ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം ദാനമായി നൽകിയിട്ടുള്ള ഈ ജീവിതം അവിടുത്തെ അഭീഷ്ടമനുസരിച്ച്, അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്നത് പോലെ നമ്മുടെ ജീവിതം ഈശ്വരനാകുന്ന ആ ചൈതന്യത്തെ നോക്കി നമുക്ക് പോകാം. തേനൊഴുകും പാലൊഴുകും നാടാണ് എൻ്റെ നാട്. ആ നാട്ടിലേക്ക് ഉള്ള ജീവിതയാത്ര നമുക്ക് സന്തോഷത്തോടുകൂടെ, പ്രത്യാശയോടുകൂടെ നയിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.